ഇത് കണ്ട നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ്. എന്താണെന്ന് വെച്ചാല് ഈ കടയിലോ ഈ കടയുടെ പ്രദേശത്തോ പുക വലിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയെങ്ങും ഹെൽത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ 250 രൂപ വീതം വലിക്കുന്നവനായാലും കൊള്ള വലിപ്പിക്കുന്നതിനാലും കൊള്ള പേ അടയ്ക്കുന്നതായിട്ട് വരും. മനസ്സിലായ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ? ആകെ സിഗരറ്റ് കച്ചവടം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി പോകും. എടോ, വിൽക്കണ്ട കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, ഈ പ്രദേശത്ത് വലിപ്പിക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലായി കാണുമല്ലോ? ഓ, അങ്ങനെ ആയിക്കോട്ടെ സാറേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? ഇതാ പ്രശ്നം. പുകയില രഹിത സ്ഥലം, ഇവിടെ പുകവലി ശിക്ഷാർഹം. ആഹാ, അതെന്തായാലും നന്നായി. പുകയില ചേട്ടാ, ഇതൊന്നും പറ്റുന്നില്ല. എന്താ ചേട്ടാ എനിക്ക് ഒരു കോട്ടയം കാണാ. സിഗരറ്റൊക്കെ തരാം, ഇവിടെ ഒന്നും വലിക്കാൻ പറ്റൂല. ആഹാ, അത് കൊള്ളാടാ. നിനക്ക് സിഗരറ്റ് ഇവിടെ വെക്കാം, അത് ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ല. സിഗരറ്റ് വലിക്കാനായി ഇവിടെ പൊഴുതിനാണ്. അതൊന്നല്ല എന്റെ പൊന്നു ചേട്ടാ. ഇത് കണ്ട ഹെൽത്ത് കെയർ കൊണ്ടെന്ന് വെച്ചപ്പോ എന്താ ഓരോ ദിവസവും ഓരോ നിയമങ്ങളാ. നിയമമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആരെ നടപ്പിലാക്കാൻ ഇതൊന്നും നടപ്പാവില്ല. നീ നിന്റെ കാര്യം നോക്കണൊക്കെ ആ സിഗരറ്റ് എന്താ ഈ പുകവലിക്കാരൊക്കെ വലിയ ശല്യമാണ്. ഇവനൊക്കെ കണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. താൻ എന്തോ നടയി കാണിക്കുന്നത്? പുകയുതി അകത്തോട്ടാണ് വിടുന്നേ. എന്തുട്ട് പുക അകത്തേക്ക് വിട്ടാ? ഞാൻ വലിച്ചിട്ട് പുക പുറത്തേക്കാണ് വിട്ടത്. ഞാൻ എങ്ങോട്ടേലും വിട്. എന്റെ കടക്കാത്തോട്ട് എന്തിനാ വിടുന്നത് ചോദിച്ചേ? കണ്ടതിനേക്കാ ഞാൻ എന്റെ കയ്യിലെ കാശ് കൊടുത്ത് സിഗരറ്റും മേടിച്ച് വലിച്ച് പുക ഊതി പറഞ്ഞ് തനിക്ക് ബുദ്ധിമുട്ടി താൻ കട അടിച്ച് വീട്ടിൽ പോലോ. താൻ എന്തെങ്കിലും കാണിക്കേ. സുധീറെ, തനിക്കേ ഒരു 250 രൂപ ഉണ്ട്. പിഴയോ? എന്തിനാ സാറേ? എടോ, തന്നോട് ഇന്നലെ ഇവിടെ വലിപ്പിക്കരുത് പറഞ്ഞത്. അതിനിവിടെ ആരും വലിച്ചല്ല സാറേ. വലിക്കാതാണോ നാട്ടുകാർ ഈ ഫോട്ടോ വാട്സപ്പിലേക്ക് ഇട്ടേക്കണത്? ഫോട്ടോയാ? നോക്കട്ടെ സാറേ. ഇതാരെ ഫോട്ടോ എടുത്ത് വെച്ച സാറേ? അതാരെങ്കിലും ആയിക്കോട്ടെ, ഇനി ആവർത്തിച്ച പേരെ 250 നിൽക്കില്ല, ലൈസൻസ് വരെ കട്ടെ. മനസ്സിലായോ സാറേ? ഇക്ക, എന്തു പറ്റി? ഒന്നും പറയണ്ടേ. ഇന്നലെ ഒരുത്തിന് അവിടുന്ന് സിഗരറ്റ് വലിച്ചില്ലേ, ഏതൊരു തെണ്ടി ഫോട്ടോ എടുത്ത് ഹെൽത്തിലേക്ക് അയച്ചു കൊടുത്തുന്നേ. നമ്മുടെ 250 പോയി. എന്നാലും താനായിരിക്കും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേ. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ, ഇങ്ങനൊക്കെ ചെയ്യാവൂ? എന്ത് പറയാനടവേ, നമ്മുടെ കഷ്ടകാലം. ആ, എന്ത് ഏതാ വേണ്ടേ? സംഗതി കൊള്ളാം. ഇവിടുന്ന് വലിക്കരുത് കേട്ടോ. പുറത്തേക്ക് എവിടെയും പോയി വലിക്കും. എന്തൊക്കെ അങ്ങനെ? എന്ത് പറയാനാടോ? ഹെൽത്ത് കെയർ ഒന്നൊരു പണിയൊന്നും പോയതാ. ഇന്നലെ എടുത്തിന് പുക വലിച്ചാ എന്റെ പുകലിൽ 250 രൂപ പുകയായി പോയത്. സാരമില്ല, ഞാൻ എവിടെയും മാറിയെന്ന് വിളിച്ചു. ഈ തീപ്പെട്ടി ലൈറ്റർ വേണ്ട, കത്തിച്ചിട്ട് ഫോട്ടോ ഇടുന്നു. ഒരു 2 വിക്സ് ഇട്ടായിരുന്നു. പിന്നെയും പോകാം. ഇപ്പൊ നിനക്ക് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പണി ഞാൻ തരാം. ക്യാമറ എടുക്കാം. ഹലോ, റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ ഹലോ, കിട്ടുന്നില്ലല്ലോ. ഞാൻ ഇപ്പൊ വിളിക്കാവേ. സൂപ്പറായിട്ടുണ്ടല്ലോ. ഫോട്ടോഗ്രാഫർ ഒന്നും എടുക്കുമോ ഇതുപോലെ ക്ലിയർ ഫോട്ടോ? കയ്യോടങ്ങോട്ട് അയച്ചു കൊടുത്തേക്കാം. വാട്സപ്പ് അവിടെ ഇൻസ്പെക്ടർ ഫോട്ടോ. പോട്ടെ 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 പോട്ടെ.
ഓക്കെ. എന്നാടാ അവന്റെ ഒക്കെ കളി? അല്ലിപ്പൊന്ന് വിളിച്ചും കൂടെ പറഞ്ഞാലോ? എവിടെ ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ. ഹെൽത്ത് ഇൻസ്പെക്ടർ. ഹലോ, ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലേ? സാറേ, ഞാനിവിടെ മലയങ്കാട്ടിലെ ബാർബർ ഷോപ്പിൽ നിന്ന് വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സിഗരറ്റ് വലിക്കുന്ന ഫോട്ടോ ഇട്ട് വന്നില്ലായിരുന്നു? ആ സെയിം സ്പോട്ടിൽ നിന്നും വീണ്ടും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇത്തവണ ഫൈൻ വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ മേടിച്ചു. പിന്നെ എന്റെ കമ്മീഷനും കൂടെ ഒന്ന് കൂട്ടി തന്നേക്കണം.